വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായി ബിജെപിയിലെ ആർ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയു സെൻട്രൽ ജയിലിലെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ 3 ചെയറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. മേയർ വി രാജേഷ്, കോർപ്പറേഷൻ സെക്രട്ടറി, ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള രാജേഷ് കുമാർ എന്നിവരാണ് ഡയസിലിരുന്നത്. തിരുവനന്തപുരം വാഴാട്ടുകോണം കൌൺസിലറാണ് സുഗതൻ. കാപ്പ കേസിൽ തടവിലായി വിയൂർ സെൻട്രൽ ജയിലിലാണ് സുഗതൻ ഉള്ളത്. ഈ മാസം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടി സുഗതൻ കോടതിയെ സമീപിച്ചത്. വധശ്രമ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലും നെടുമങ്ങാട് കോടതി സുഗതന് 1 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കാപ്പ കേസുള്ളതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതൻ ഉൾപ്പെടെ ബിജെപി ഭരണ മുന്നണിക്ക് 101 അംഗങ്ങളാണുള്ളത്. സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയത് ബിജെപിക്ക് ആശ്വാസമാണ്. നേരത്തെ ഹിന്ദു ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനാൽ സുഗതൻ അടക്കമുള്ളവരുടെ കൌൺസിലർ സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ്സ് ആർക്കേസ് ഈസ് ദ പാത്ത്. Dileep's Arcase Study Abroad.